സെൻറ് മേരീസ് നഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ 16ാമത് വാർഷികം ബഹുമാനപ്പെട്ട ഇരിക്കൂർ നിയോജക മണ്ഡല MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാമത്തിലെ അയൽവാസികളായ എല്ലാവരും ചേർന്ന് രൂപീകരിച്ച ഒരു റെസിഡൻസിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം എന്നോട് ഭാരവാഹികൾ സൂചിപ്പിച്ചിരുന്നു. തീർച്ചയായും അത്തരം കാര്യങ്ങൾ പരിഗണിക്കും. തീർച്ചയായും ഈ പ്രദേശത്തിൻ്റെ വികസനം ഏറ്റവും പരമപ്രധാനമാണ്. നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്താണ്, ഏറ്റവും വലിയൊരു പഞ്ചായത്താണ്. യഥാർത്ഥത്തിൽ ഒരു നഗരസഭ പോലുമായി ഉയർത്തേണ്ട പഞ്ചായത്താണ് ആലക്കോട് പഞ്ചായത്ത് എന്ന് നമുക്കറിയാം. നമുക്കൊട്ടേറെ സാധ്യതകളുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു വരദാനമായി നാം കരുതിപ്പോരുന്ന നമ്മുടെ ടൂറിസം സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. കാരണം കൃഷി മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതിലെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങളെല്ലാവരും പരിശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകരുമായ ശ്രീ MV ജനാർദ്ദനൻ സർ മുഖ്യപ്രഭാഷണം നടത്തുന്നു. സെൻറ് മേരീസ് റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷിക പരിപാടിയാണ്. അതിനെല്ലാം അപ്പുറത്ത് ഒരുപാട് നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മ, എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു സമീപനവും താല്പര്യത്തോടുകൂടിയുള്ള ഇതിലെ പങ്കാളിത്തവും ഒക്കെ കൊണ്ട് വളരെ മനോഹരമാണ് ഈ സായം സന്ധ്യ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സെൻറ് മേരീസ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തതായിട്ട് ഞാൻ ഓർക്കുകയാണ്. ടോമി സാറാണെന്ന് എന്നെ വിളിച്ചത്. ഇവിടെയല്ല, മറ്റൊരു വീട്ടുമുറ്റത്താണോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ. അപ്പോൾ ഏതായാലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ ഒപ്പം ചേരാൻ അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. 42 കുടുംബങ്ങളാണ് എന്ന് ഇവിടുന്ന് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ പ്രദേശത്തെ 42 കുടുംബത്തിലെ കുട്ടികളും സ്ത്രീകളും അമ്മമാരും അച്ഛന്മാരും മക്കളും എല്ലാം ചേർന്നുള്ള ഒരു കൂട്ടായ്മ, ഒരു വല്ലാത്തൊരു സൗന്ദര്യമുണ്ടതിന്. നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും, ഞാൻ ഇന്ന് തലശ്ശേരിയിൽ രാവിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു വീട്ടിലെ ഒരു അനുഭവം ഇങ്ങനെ എന്നോട് പറഞ്ഞു. എനിക്കറിയുന്നൊരു കുടുംബം തന്നെയാണ്. 3 ആൺമക്കളാണ്. അച്ഛനും അമ്മയും 3 ആൺമക്കളും. 3 ആൺമക്കളും അച്ഛനും അമ്മയുള്ള ആ വീട്ടിൽ ഒരാഴ്ചയായിട്ട് ഒരു ശില്പി അവിടെ പണിയെടുക്കുന്നുണ്ട്. അവിടെ ചുമർ ചിത്രങ്ങളും മറ്റുമായിട്ട് ഒരാഴ്ചയായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ശില്പിയാണ് എന്നോടിത് പറയുന്നത്. ആ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ ഈ 3 മക്കളോ എന്നോട് ഈ ഒരാഴ്ചയായിട്ട് എന്നോട് സംസാരിച്ചൊരു വാചകം, ആ കൂട്ടത്തിൽ ഒരു മകൻ എന്നോട് സംസാരിച്ചത്, ഈ പരിപാടി എപ്പോഴാ തീരുക എന്നാണ്. ആ ശില്പിയുടെ ആ ചുമർചിത്ര പ്രവർത്തനം എപ്പോഴാ തീരുക? ആ പരിപാടി ചുമർചിത്രം വരയ്ക്കുന്നിടത്തേക്ക് വന്ന് നോക്കാനോ അഭിപ്രായം പറയാനോ ഒന്നും തയ്യാറാവാത്ത ഒരു യാന്ത്രികമായിട്ട് അവിടെ ആ ചുമർചിത്രം നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ഒരു ഇടപെടലും അവിടെ നടക്കുന്നില്ല. ഒരു സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ കാണാനേ ഇല്ല. അതിൽ അസ്വസ്ഥനായിട്ടാണ് ഈ ചിത്രകാരൻ എന്നോട് ഇന്ന് ആ ഒരു വിശേഷം പങ്കുവെച്ചത്. അപ്പോൾ പരസ്പരം സംസാരിക്കാൻ, അപ്പോൾ പറയുന്നത് അച്ഛനും അമ്മയും മക്കളും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല ഒരാഴ്ചയായിട്ട്. ഓരോരാൾ സമയത്തിന് വന്ന് ഭക്ഷണം കഴിക്കും, അവൻ്റെ ലോകത്തേക്ക് തിരിച്ചു പോകും.
ഇഷ്ടംപോലെ സൗകര്യമുള്ളൊരു വീടാണ്. ഓരോ മുറിയിലേക്ക് അവർ തിരിച്ചു പോകുന്നു, തിരിച്ചു വരുന്നു, പോവുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ലാതെ ഇങ്ങനെ നമ്മളിലേക്ക് ചുരുങ്ങുക എന്നുള്ള ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആരും വേണ്ട, എനിക്കാരും വേണ്ട, ഞാൻ തന്നെ ധാരാളം. നാമം ചൊല്ലും നാവുകളിൽ, നീട്ടിയിടുന്ന പാണികളിൽ, നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങ് വന്നു വാണിടുമൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ, നീട്ടിയിടുന്ന പാണികളിൽ, നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. ഓരോരോ മാനസം ദൈവത്തിൻ ആലയം, ഓരോരോ അധരവും ദൈവസ്തുതി സാഗരം. ഓരോരോ മാനസം ദൈവത്തിൻ ആലയം, ഓരോരോ അധരവും ദൈവസ്തുതി സാഗരം. സ്വർഗീയ സന്തോഷം ഹൃത്തടത്തിൽ നൽകിയിടും അപ്പമേ ആരാധന. സ്വർഗീയ സന്തോഷം ഹൃത്തടത്തിൽ നൽകിയിടും അപ്പമേ ആരാധന. നാമം ചൊല്ലും നാവുകളിൽ, നീട്ടിയിടുന്ന പാണികളിൽ, നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. ഓരോരോ ജീവിതം സുവിശേഷമായിടാൻ, ഓരോരോ ഭവനവും ബലിവേദിയായിടാൻ, ഓരോരോ ജീവിതം സുവിശേഷമായിടാൻ, ഓരോരോ ഭവനവും ബലിവേദിയായിടാൻ. സ്വർഗത്തിൽ നിന്നും പറന്നിറങ്ങി ജീവിക്കും മർത്യനിൽ വാഴുന്നു നീ. സ്വർഗത്തിൽ നിന്നും പറന്നിറങ്ങി ജീവിക്കും മർത്യനിൽ വാഴുന്നു നീ. നാമം ചൊല്ലും നാവുകളിൽ, നീട്ടിയിടുന്ന പാണികളിൽ, നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിടുമ്പോൾ എന്തോരാനന്ദം. സജി ജോസഫ് MLA SMNRയുടെ മുൻ വർഷങ്ങളിലെ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിക്കുന്നു. SMNRയുടെ ഓഫീസ് കെട്ടിടം പണിയുവാനായിട്ട് സ്ഥലം നൽകിയ മുൻ പഞ്ചായത്ത് അംഗം ശ്രീ ഔസേപ്പച്ചൻ തേവറോലിക്കലിനെയും പ്രോഗ്രാമുകൾക്കായി ഷട്ടിൽ കോട്ട് വിട്ടു നൽകിയ ശ്രീ ജോസ് മുക്കാട്ടിനെയും ആദരിക്കുന്നു. SMNRയുടെ പ്രസിഡന്റ് ശ്രീ ജോയി കുഴിപ്പാറ MLAക്ക് ഉപഹാരം നൽകി.
ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കി പുതുവർഷ ആഘോഷരാവിൽ ആശംസ മംഗളങ്ങളേകാം നമുക്കി ന്യൂ ഇയർ ആഘോഷങ്ങളിൽ താരഹാരമണിഞ്ഞരാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവെച്ചു പാടാം മനസ്സുകൊണ്ടു നേരാം ശുഭരാത്രി ചുവടുവെച്ചു പാടാം ഹാപ്പി ന്യൂ ഇയർ മനസ്സുകൊണ്ടു നേരാം ശുഭരാത്രി മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്ക് പുതുവർഷ ആഘോഷരാവിൽ ആശംസ മംഗളങ്ങളേകാം നമുക്ക് ന്യൂ ഇയർ ആഘോഷവേളയിൽ താരഹാരമണിഞ്ഞരാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവെച്ച് പാടാം ഹാപ്പി ന്യൂ ഇയർ മനസ്സുകൊണ്ടു നേരാം ശുഭരാത്രി ചുവടുവെച്ച് പാടാം ഹാപ്പി ന്യൂ ഇയർ മനസ്സുകൊണ്ടു നേരാം ശുഭരാത്രി.
വഴി തമ്പുരാൻ കേൾക്കും. ഈ മാളു തമ്പിരാൻ നോക്കുന്നുണ്ട്.